നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിങ്ങൾ പുത്തമ്പാലത്തിന്റെ താഴെ വരണം. ഓക്കെ സാറേ, ഞാനവിടെ വെയിറ്റ് ചെയ്യാം. ശരി, ഏറ്റു സാറേ, ഏറ്റു. ഓക്കെ. ഒരു പണിയുണ്ട്, വാ. എന്താ രണ്ടുപേരും ഒന്നും മിണ്ടാത്ത? എല്ലാരും അറിഞ്ഞു കാണുമല്ലോ, അച്ഛന്റെ മനസ്സിനെ പേടിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്ന എന്തോ ഒരു സംഭവം ഈ വീട്ടിൽ നടന്നിട്ടുണ്ട്. ഞാൻ അറിഞ്ഞു മോനെ, ഗാർഗി എന്നോട് പറഞ്ഞു. എന്തായിരുന്നു ആ സംഭവം? അതാ എനിക്ക് അറിയേണ്ടത്, അല്ലാതെ ആര് പറഞ്ഞു എപ്പ പറഞ്ഞു എന്നൊന്നും അല്ല. എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന്, സത്യമായിട്ടും എനിക്കറിയില്ല. അറിയില്ല എന്ന് പറഞ്ഞ് ആന്റിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. കാരണം അച്ഛന്റെ ഉത്തരവാദിത്വം ആന്റി സ്വയം ഏറ്റെടുക്കുകയായിരുന്നു. ഒരു സഹോദരിയുടെ കടമ തന്നെയാണ് അത്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ആ മുറിയിൽ അമ്മയ്ക്കും ആന്റിക്കും ഇഷ്ടമില്ലാത്ത ആരും കയറി പോകരുതെന്ന് അമ്മയും ആന്റിയും ചേർന്നല്ലേ ഓർഡർ ഇട്ടത്. ആ സ്ഥിതിക്ക് ആ മുറിയിൽ എന്ത് നടന്നാലും അത് ആന്റി അറിഞ്ഞിരിക്കണം, അമ്മയെ അറിഞ്ഞിരിക്കണം. നീ എന്നെ കുറ്റപ്പെടുത്തുകയാണോ വിഷ്? ഗോപിയുടെ അസുഖം ഭേദമാവണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാ ആ റൂമിൽ അധികം ആരും കയറരുതെന്ന് ഞാൻ പറഞ്ഞത്. പ്രഭേച്ചിയും അത് തന്നെയാ ഉദ്ദേശിച്ചത്. അധികമാരും കയറരുതെന്നല്ല ആന്റി പറഞ്ഞത്. ഒരു കാരണവുമില്ലാതെ ആന്റി ഒരാളെ ശത്രുവായി മുദ്ര കുത്തിയിട്ടുണ്ട്. ആ ആള് അച്ഛന്റെ റൂമിൽ കയറരുതെന്ന ആന്റി പറഞ്ഞത്. അച്ഛനെ നോക്കാൻ സന്തോഷത്തോടെ മുന്നോട്ട് വന്ന ആളെ ആന്റി തടഞ്ഞു, കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളി. എന്നിട്ടോ ആന്റി അച്ഛനെ നന്നായിട്ട് നോക്കിയതുമില്ല. ഇതിന്നൊക്കെ ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? അച്ഛൻ രക്ഷപ്പെട്ട് കാണാൻ ആന്റിക്ക് ആഗ്രഹമില്ലെന്നാണോ? വിഷ്, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എന്റെ ബ്രദറാ അത്. നീ അച്ഛാന്ന് വിളിക്കുന്നതിന് മുമ്പ് ഞാൻ ഏട്ടാന്ന് വിളിച്ച വ്യക്തി അത്. അപ്പോഴേ എന്നെക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം ആന്റിയാ കാണിക്കേണ്ടത്. ആന്റി പറയൂ, എന്താ റൂമിൽ സംഭവിച്ചത്? എനിക്കത് അറിഞ്ഞേ പറ്റൂ. എനിക്കറിയില്ല. God promise. I don't know anything about it. Believe me, Vish. അച്ഛമ്മ കാര്യമായി ഇടപെടാറില്ലെങ്കിലും ഇവിടെ നടക്കുന്നതെല്ലാം അച്ഛമ്മ ശ്രദ്ധിക്കുക അറിയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പലതും അറിഞ്ഞിട്ടും അച്ഛമ്മ മിണ്ടാതിരിക്കുകയാണെന്ന് ഗാർഗി എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അച്ഛമ്മ ഇനി മിണ്ടാതിരിക്കരുത്, തുറന്ന് പറയണം. അച്ഛൻ സ്ട്രോക്ക് വന്ന് വീഴാനുള്ള കാരണം അച്ഛമ്മയ്ക്കറിയോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.